കേരളത്തിലെ ചാനലിലെ മക്കളുമാരെ ഇത് കോൺഗ്രസ്സിന് കരിവാരി തേക്കാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും പറയണ്ട, കുറച്ച് പെണ്ണുങ്ങൾ അത് പാർട്ടി ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു യാത്ര ചെയ്യാൻ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അല്പ സമാധാനം കൊടുക്കുകയാണ്. ഇപ്പം ഇത്ര തിടുക്കപ്പെട്ട് മന്ത്രിസഭ ഇതിലോട്ട് കയറിയത് പോലുമില്ല. ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒന്ന് ക്ഷമിക്കുക. ചെയ്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണിക്കണ്ടേ. വരുന്ന തലമുറയും ബാക്കിയുള്ള ചേച്ചിമാരെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ കോലാഹലങ്ങൾ പിന്നെ ഉണ്ടാവാനേ. ആലോചിച്ച് നോക്കിയേ, നിയമ സംവിധാനങ്ങൾ മൊത്തം വെട്ടിലാക്കുന്ന രീതിയിലാണ്. സംവിധാനങ്ങൾ ആശ്രയിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അവർ ചെയ്യാമെന്ന് പറഞ്ഞു ശരി തന്നെ, പക്ഷെ അത് കയറിയില്ലല്ലോ, ഭരണം തുടങ്ങിയില്ലല്ലോ. ഒരു 5 ദിവസം 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്യണ്ടായോ? നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പം എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്? ഇത്ര തിടുക്കപ്പെട്ട് അപ്പം മനഃപൂർവ്വം ആ പാർട്ടീനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും അറിവും വിവരവും ഉള്ള സാധാരണപ്പെട്ട ജനങ്ങളൊന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, നിയമപാലകന്മാരുണ്ട്. അവരോട് പറയുക, ഇത്ര സമയമായി ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, അല്ല ചാടിക്കറി സമരവും അല്ല മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതേപോലെയായിരുന്നു പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയത്. ശബരിമല കയറണം പറഞ്ഞുകൊണ്ട് കുറേ പെണ്ണുങ്ങൾ. എന്തായി? ആ പാർട്ടി ഒലച്ചില്ലേ? ആ പാർട്ടി കംപ്ലീറ്റ് തകർന്നില്ലേ? നിങ്ങൾ എന്തിൻ്റെ പുറപ്പാടാണ് പോകുന്നത്? നിങ്ങൾ മുന്നോട്ട് ഒരു പാർട്ടി മുന്നോട്ട് പോകാൻ കേരളത്തിലുള്ള ആൾക്കാർ സമ്മതിക്കില്ലേ? നിയമ സംവിധാനങ്ങളിലെ കുഴപ്പക്കാർ നാട്ടിലുള്ളവരാണ്.